നമസ്കാരം സുഹൃത്തുക്കളെ. അങ്ങനെ ഓണം ബമ്പർ ലോട്ടറി വിപണിയിൽ എത്തിയിരിക്കുകയാണ്. കടകളിൽ തിരുവോണം ബമ്പർ ലോട്ടറി വിൽപ്പനയ്ക്ക് എത്തിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ലോട്ടറി പ്രേമികളായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ കാണുന്നവരെല്ലാം ലോട്ടറി എടുക്കുന്നവരായിരിക്കും എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ലോട്ടറി എടുക്കുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ പ്രൈസും കിട്ടില്ല, വ്യാജ ലോട്ടറിയും കയ്യിൽ കിട്ടുന്നൊരവസ്ഥയിലേക്ക് എത്താൻ പാടില്ല. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അതായത് ഓണം ബമ്പർ ലോട്ടറി ഇറങ്ങിയിരിക്കുകയാണ്. നിരവധി സമ്മാനങ്ങളാണ് ഈ വരുന്ന ബമ്പറിലുള്ളത്. 30 കോടിയാക്കിയിരിക്കുകയാണല്ലോ ഓണം ബമ്പർ ലോട്ടറി ടിക്കറ്റിൻ്റെ ഫസ്റ്റ് പ്രൈസ്. അപ്പോൾ അത് നല്ലൊരു തുകയാണ്. എല്ലാവർക്കും സന്തോഷിക്കാനുള്ള ഏറ്റവും വലിയ തുകയാണ് 30 കോടി രൂപ എന്ന് പറയുന്നത്. ഫസ്റ്റ് പ്രൈസ് അടിക്കുന്ന ആൾക്കൊരു 18 കോടി രൂപയെങ്കിലും കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട് ഈ വരുന്ന ഓണം ബമ്പർ ലോട്ടറിയിൽ ഫസ്റ്റ് പ്രൈസ് അടിക്കുന്ന ആൾക്ക്. അതോടൊപ്പം തന്നെ സെക്കൻഡ് പ്രൈസ് 20 പേർക്ക് ഓരോ കോടി വീതമുണ്ട്. അതൊക്കെ നമ്മളെ ലോട്ടറി എടുക്കാൻ കൂടുതൽ പ്രേരിപ്പിക്കും. ശരി, 1 കോടിയെങ്കിലും കിട്ടിയാൽ മതിയല്ലോ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആളുകൾ ലോട്ടറി എടുക്കാനായിട്ട് ധാരാളം പോകാനുള്ള സാധ്യതയുണ്ട്. ലോട്ടറി ടിക്കറ്റ് നല്ലതുപോലെ വിറ്റ് പോകാനും സാധ്യതയുണ്ട് ഈ ഓണം ബമ്പർ, ഈ വരുന്ന ഓണം ബമ്പർ ലോട്ടറി. അതായത് ഇപ്പം നിലവിൽ കടകളിൽ ഉണ്ട് 500 രൂപയാണ് ടിക്കറ്റിൻ്റെ വില. 30 കോടിയാണ് ഫസ്റ്റ് പ്രൈസ്. സെക്കൻഡ് പ്രൈസ് 20 പേർക്ക് ഓരോ കോടി വീതമുണ്ട്. തേർഡ് പ്രൈസ് കുറച്ച് കമ്മിയാക്കിയിട്ടുണ്ട്, 25 ലക്ഷം രൂപ വീതം 20 പേർക്കുണ്ട്. പിന്നെ നിരവധി ചെറിയ സമ്മാനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ലോട്ടറി കുഴപ്പമില്ല, നല്ല ലോട്ടറിയാണ്. പക്ഷേ വ്യാജന്മാരെ നിങ്ങൾ കൃത്യമായി സൂക്ഷിക്കണം. 500 രൂപയാണ് ഒരു ടിക്കറ്റിൻ്റെ വില എന്ന് പറയുന്നത്. 500 രൂപയ്ക്ക് പല ടൈപ്പിൽ വ്യാജന്മാരെ ഇറക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ലോട്ടറി എടുക്കുമ്പോൾ കൃത്യമായി ആ ലോട്ടറിയുടെ പുറകുവശത്ത് സീലുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. സീലുള്ള ലോട്ടറി, ആ സീലിൻ്റെ നടുക്ക് ആ ലോട്ടറി ഏജൻസിയുടെ നമ്പർ ഉണ്ടാവും. അതൊക്കെ തെളിയുന്നുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം നിങ്ങൾ എടുത്താൽ മതി. 500 രൂപയാണ്. ചിലപ്പോൾ ഏതെങ്കിലും ഒരു പ്രൈസ് അടിച്ചു കഴിഞ്ഞാൽ പ്രൈസ് തുക വാങ്ങാനായിട്ട് പോകുമ്പോഴായിരിക്കും തുക കിട്ടാതാവുക. നമ്മളിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് പത്രങ്ങളിൽ കാണുന്നുണ്ട്, വ്യാജ ലോട്ടറി പിടിച്ചു, അല്ലെങ്കിൽ പ്രൈസ് കിട്ടിയില്ല, അടിച്ച ടിക്കറ്റുമായി പോയപ്പോൾ പ്രൈസ് കിട്ടിയില്ല, വ്യാജ ലോട്ടറി ആയിരുന്നു, അല്ലെങ്കിൽ വിറ്റ് പോകാത്ത ടിക്കറ്റിന് പ്രൈസുമായിട്ട് ആളുകൾ എത്തി എന്നൊക്കെ നമ്മൾ ഈയിടെ കുറച്ച് ദിവസമായിട്ട് വാർത്തകൾ കണ്ടുകൊണ്ടിരുന്നില്ലേ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ലോട്ടറി എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ആരുടെ കയ്യിൽ നിന്നും നിങ്ങൾക്ക് ലോട്ടറി എടുക്കാം, കടകളിൽ നിന്ന് എടുക്കാം, നടന്നു വിൽക്കുന്ന ആളുകളിൽ നിന്നും നിങ്ങൾക്ക് എടുക്കാം. പക്ഷേ കൃത്യമായ ആ സീല് നോക്കുക. പിന്നെ സർക്കാർ പറഞ്ഞിട്ടുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ, ടിക്കറ്റിലുള്ള ആ കോഡും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കുക. അതോടൊപ്പം തന്നെ സീല് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഏജൻറ്റിൻ്റെ സീല് ഇതേപോലെ പുറകിൽ സീലുണ്ടാവുമല്ലോ, ഏജൻറ്റിൻ്റെ സീലുണ്ടല്ലോ. ഇങ്ങനെ സീല് കൃത്യമായിട്ട് തെളിയുന്നുണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് കൃത്യമായിട്ടുള്ള ഏജൻറ്റിൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ ടിക്കറ്റ് വാങ്ങിക്കാം. ഈ നടന്നു വെക്കുന്ന ആളുകളും ഏജൻറ്റിൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണ് എടുത്തുകൊണ്ട് വരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ നിലവിൽ ലോട്ടറി ഓഫീസിൽ നിങ്ങളൊരു ഏജൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് അവിടെ പോയി എടുക്കാവുന്നതാണ്. ഞാൻ ഈ ഓണം ബമ്പർ സമയത്ത് ഞാനൊരു ഏജൻ്റാണ്, പക്ഷേ കടയില്ല. കട മുമ്പ് ഇട്ടിരുന്നു, 1 മാസം ഇട്ടു, 30,000 രൂപ നഷ്ടം വന്നുകൊണ്ട് ആ കട നിർത്തി. പിന്നീട് ലോട്ടറി ബിസിനസ് ഞാൻ ചെയ്തില്ല. പക്ഷെ ഞാനൊരു ഏജൻസി എടുത്തിട്ടുണ്ട്. ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു ലോട്ടറി ഏജൻസി എടുത്ത വിവരം. ആ ഏജൻസിയുടെ അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഞാൻ നേരിട്ട് ലോട്ടറി വകുപ്പിൻ്റെ ഓഫീസിൽ, ജില്ലാ ലോട്ടറി ഓഫീസിൽ നിന്നാണ് ഈ ഓണം ബമ്പർ ഇറങ്ങുന്ന സമയത്ത് ഒരു ബുക്ക് എടുക്കാറുണ്ട് എല്ലാ വർഷവും. അപ്പോൾ ആ ഒരു ബുക്ക് നേരിട്ട് പോയി അവിടെ നിന്ന് എടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങളൊരു ഏജൻ്റ് ആണെങ്കിൽ നിങ്ങൾക്കും നേരിട്ട് പോയി എടുക്കാം. അല്ലെങ്കിൽ അംഗീകൃത ഏജൻറ്റിൻ്റെ കടയിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാം. അല്ലെങ്കിൽ നടന്ന് വിൽക്കുന്ന ആളുകൾ, ഇപ്പോൾ ഓരോ ആളുകൾ കയ്യിൽ വെച്ച് നടന്ന് വിൽക്കുന്നുണ്ടല്ലോ, അവരുടെ കയ്യിൽ നിന്ന് എടുക്കുമ്പോൾ ആ ലോട്ടറി ടിക്കറ്റിൻ്റെ പുറകിൽ സീല് പ്രത്യേകം ശ്രദ്ധിക്കണം.